തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് പ്രചാരണത്തിനെത്തുക. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. വിഷ്ണു, പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ആലത്തൂരിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലുമാണ് പ്രചാരണത്തിനെത്തുക. എപ്പോഴാണ് പരിപാടി തുടങ്ങുക? സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായോ? ബൃന്ദ, വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ ഒരല്പം മുമ്പ് തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെയും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആളുകളൊക്കെയും പ്രധാനമന്ത്രിയെ കാണാനായി ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50,000-ഓളം ആളുകളാണ് പല മണ്ഡലങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്നത്. അതായത് ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തുന്നത്. ഈ എത്തുന്ന പ്രവർത്തകർക്കെല്ലാം കൃത്യസമയത്ത് തന്നെ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ, അതായത് ഇവിടെ പരിപാടി നടക്കുന്ന സമ്മേളനം നടക്കുന്ന മൈതാനത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ശക്തമായ സുരക്ഷ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ആലത്തൂരിൽ നടക്കുന്ന പരിപാടിയിലേക്ക് ശേഷം തൃശ്ശൂരിലെ പ്രചരണത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുക. ഏതായാലും ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് നേരത്തെയും സൂചിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സമീപത്തുള്ള ഒരു സ്വകാര്യ മൈതാനത്താണ് ഈ ഹെലികോപ്റ്ററിൽ എത്തുക. അതിനുശേഷം വാഹനത്തിൽ പ്രധാനമന്ത്രി അടുത്തുള്ള ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് വരും. എവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഈ സമ്മേളനത്തിൽ അദ്ദേഹം ഇവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ഏതായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി തന്നെയാണ് എല്ലാ പാർട്ടികളും അവരുടെ ദേശീയ നേതാക്കളെ ഇവിടെ എത്തിക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി തന്നെ ഇവിടെ NDAക്ക് വേണ്ടി അല്ലെങ്കിൽ BJPക്ക് വേണ്ടി ഇവിടെ എത്തുന്ന ഒരു ഘട്ടമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ഇപ്പോൾ വീണ്ടും പ്രധാനമന്ത്രി എത്തുന്നു എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇത് കൂടുതൽ പ്രവർത്തകർക്ക് ആവേശമുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വോട്ട് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും NDA പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. ഇനി വളരെ കുറച്ച് ദിവസമാണ്, ഏകദേശം 10 ദിവസം മാത്രമാണ് ഇനി അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത്. അതിന്റെ അവസാന ഘട്ടത്തിലേക്കുള്ള പ്രചരണത്തിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരത്തേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലാണ് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നത്. ഏതായാലും ഉച്ചയ്ക്ക് ഒരു 12:30 തന്നെ പ്രധാനമന്ത്രി ഇവിടെ എത്താനുള്ള സാധ്യതയുണ്ട്. 2 മണിക്ക് അദ്ദേഹം ഇവിടുന്ന് മടങ്ങും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചന. വിഷ്ണു, മറ്റേതൊക്കെ പ്രമുഖ നേതാക്കളാണ് പ്രധാനമന്ത്രിയോടൊപ്പം വേദിയിലെത്തുക? പ്രധാനമായും BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഇവിടെ പരിപാടിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നടിയും നർത്തകിയുമായ ശോഭന അടക്കമുള്ളവർ ഇവിടെ ഉണ്ടാകും. പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളും ഇവിടെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുന്ന നേതാക്കൾ ഒഴികെയുള്ള നേതാക്കളൊക്കെയും തിരുവനന്തപുരത്ത് ഒപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതുവരെയും ആരും എത്തി തുടങ്ങിയിട്ടില്ല. ഇനി പരിപാടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമായിരിക്കും ഓരോ നേതാക്കളും ഇവിടേക്ക് എത്തുന്നത്. ഏതായാലും പ്രാദേശിക നേതാക്കളൊക്കെയും ചെറിയ രീതിയിലുള്ള നേതാക്കളൊക്കെയും ഇവിടെ എത്തുന്നുണ്ട്. ഏതായാലും ഇനി അദ്ദേഹം എത്തുന്നതിനൊപ്പം ആയിരിക്കും കൂടുതൽ പേരും ഇവിടേക്ക് വരിക. ഈ പൊതുസമ്മേളനമെല്ലാം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ ജനസന്നാഹം തന്നെയാണ് അവിടെ നമുക്ക് വിഷ്ണുവിന് പുറകിലായെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഗതാഗതമടക്കം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? ബൃന്ദ, നിലവിൽ ഇപ്പോൾ ഗതാഗത ക്രമീകരണം സാധാരണഗതിയിലാണ് നീങ്ങുന്നത്. അതിനുള്ള ഒരു വാഹനങ്ങൾക്ക് പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ അടച്ച് പരിശോധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടി തന്നെയാണ് വലിയ രീതിയിലുള്ള ശക്തമായ പരിശോധനയും നിയന്ത്രണവും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഗതാഗതത്തിന് വലിയ തടസ്സമുണ്ടാകാത്ത രീതിയിൽ തന്നെയാണ്, റോഡിൽ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ തന്നെയാണ് ഇവിടെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഏകദേശം 50,000-ത്തിലധികം പേർ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് തന്നെ അതിന്റെ ക്രമീകരണങ്ങളെല്ലാം കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാട്ടാക്കടയിൽ വേണ്ട രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു. ഇനി അദ്ദേഹത്തിന്റെ വരവിനായി, അതായത് പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഒരു തയ്യാറെടുപ്പ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഈ ആലത്തൂർ, ആറ്റിങ്ങൽ, കാട്ടാക്കട എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ പരിപാടികളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ഓർഡറിൽ തന്നെയാണോ, ആലത്തൂരിലാണോ ആദ്യ പരിപാടി നടക്കുക? വൃന്ദ സൂചിപ്പിച്ച പോലെ തന്നെ ആലത്തൂരിലാണ് ആദ്യ പരിപാടി. അത് കഴിഞ്ഞ് കുന്നുംകുളം, തൃശ്ശൂരിൽ ഒരു റോഡ് ഷോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമാണ് അദ്ദേഹം അവിടുത്തെ പരിപാടിക്ക് ശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് വരിക. തിരുവനന്തപുരം കൃത്യമായി കാട്ടാക്കടയിലാണ് വരുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഭാഗമാണ് കാട്ടാക്കട. അതുകൊണ്ട് തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ ഭാഗമായ കാട്ടാക്കടയിലാണ് അദ്ദേഹം എത്തുന്നത്. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ മാത്രമാണ് അദ്ദേഹം വരുന്നത്. ഇവിടെ ഹെലികോപ്റ്റർ മാർഗം എത്തി അതിനുശേഷം വാഹനത്തിൽ കയറിയാണ് ഈ അടുത്തുള്ള പരിപാടി ഈ മൈതാനിയിലേക്ക് വരുന്നത്. ഇവിടെ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം
ശേഷം അദ്ദേഹം മടങ്ങും. മറ്റു പരിപാടികളൊന്നും ഇവിടെ തിരുവനന്തപുരത്ത് തീരുമാനിച്ചിട്ടില്ല. വൃന്ദ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി ഇന്ന് ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുക. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലും പ്രധാനമന്ത്രി പ്രസംഗിക്കും. വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ തന്നെയാണ് പോലീസിന്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിരവധി ആളുകൾ പൊതുസമ്മേളനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ.